Hello friends, welcome back to Bellbaby's Craft Center. നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി. അപ്പോൾ കുറേ നാൾ കൂടി വന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ചാന്ദ്രദിനം മൂൺ ഡേ വരാൻ പോവുകയാണല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മൂൺ ഡേ ആക്ടിവിറ്റീസ് കുറേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റികളിലെ ഒരെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പറഞ്ഞ ആക്ടിവിറ്റി ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്ന്. അന്ന് നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകാം. ഇനി അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്ന ആക്ടിവിറ്റി ആയിരുന്നു ഈ ഒരു വർഷക്കാലം, അതായത് കഴിഞ്ഞ വർഷമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അന്ന് നടക്കുന്ന ആ വീഡിയോ പബ്ലിഷ് ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ, അല്ലെങ്കിൽ നമ്മുടെ ചാന്ദ്രദിനം എന്നാണോ അന്ന് വരെ പബ്ലിഷ് ചെയ്യുന്ന സ്പേസ് റിലേറ്റഡ് ന്യൂസ് എല്ലാം നിങ്ങളോട് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് കടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ന്യൂസും എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള, ഞാൻ 2 വീട്ടിലായിട്ടാണ് നിന്നിരുന്നത്, അപ്പോൾ എല്ലാം ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിലവിലിപ്പോൾ ഉള്ള ന്യൂസ് എല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളെല്ലാം നിങ്ങൾക്ക് സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളുണ്ട്, ഒരു സ്കെയില്, പെൻസില്, ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പശ. ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിന് ഒരു പേരിടുന്നുണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് എന്തിടാം, ഒരു ടൈം ലൈൻ, സ്പേസ് ടൈം ലൈനോ അങ്ങനെ എന്തെങ്കിലും ഇടാം നമുക്ക് ഒരു പേര്. അതിനുശേഷം നമുക്കിതെങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. നമ്മൾ ജസ്റ്റ് ഒരു സ്പേസ് ടൈം ലൈൻ എന്നുള്ളൊരു ചുമ്മാ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഈ ചാർട്ട് പേപ്പറിനെ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു ടൈം ലൈൻ പോലെ ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ചൊരു വലിയൊരു ഇതുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യും എന്നുള്ളതും കൂടെ ഞാനൊന്ന് നോക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒന്നില്ലെങ്കിൽ ഇത് നമുക്ക് മടക്കി നമുക്ക് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒട്ടിച്ച് വെക്കാം. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. പിന്നെ ഇതിനകത്ത് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ന്യൂസ് എന്നാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡേറ്റും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടൈം ലൈൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം ലൈൻ ചെയ്തിട്ട് നമുക്കിത് ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. നിങ്ങൾക്കിത് 2 ചാർട്ടിലാക്കിയിട്ടൊക്കെ ചെയ്യാനായിട്ട് അത്രയും മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒരു ചാർട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയൊക്കെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാം. 2 ചാർട്ടോ 3 ചാർട്ടോ, കാരണം സ്കൂളിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
ഇനിയുള്ള ഈ ഒരു വലിയ ന്യൂസാണ് നമുക്ക് പ്രശ്നം. ഇത് ഇത്തിരി വലുതാണ്. ഇതാണ് ഞാനിനി ഒട്ടിക്കാൻ പോകുന്നത്. ഇതെന്താണേലും ഞാൻ മടക്കി വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. കാരണം ഇനി നമുക്ക് ഒരു 2-3 ന്യൂസും കൂടി ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ആക്ടിവിറ്റി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. സ്പേസ് ടൈം ലൈൻ എന്നൊക്കെ പേരിട്ടിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളെല്ലാം വെച്ച് ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ടൈം ലൈനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ 13/7/2022 തൊട്ടുള്ള ന്യൂസുകളാണുള്ളത്. അപ്പോൾ ആ ന്യൂസുകളെല്ലാം നമ്മൾ ഓരോ ഡേറ്റിനനുസരിച്ച് ഇങ്ങനെ എഴുതി നമ്മളെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ ഡേറ്റിനനുസരിച്ചുള്ളത് എഴുതണം. സ്കൂളിലായതുകൊണ്ട് മൾട്ടിപ്പിൾ ചാർട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പല ചാർട്ടുകളിലായിട്ട് ഇത് അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ മറ്റൊരു മെത്തേഡ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് നമ്മുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊന്നുമല്ല, പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഡൽഹിയിൽ 118 വർഷത്തിലെ തണുപ്പേറിയ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക കേരളം നമ്പർ 1, അങ്ങനെ പല ഇത് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശ്നമായിട്ടുണ്ടായിരുന്ന ഫ്ലാറ്റ് എല്ലാം പൊളിക്കുന്നതിൻ്റെ ന്യൂസാണ്. അതുപോലെ പല ന്യൂസുകളും ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ കിട്ടിയ പല ന്യൂസുകളും ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ചു വെച്ചാൽ അതും നിങ്ങൾക്ക് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ആക്ടിവിറ്റിയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.